അവർ വന്നെന്ന് തോന്നുന്നു. സിഗുഡാ, ഐ മിസ്ഡ് യു ചക്കരെ. സുഖമല്ലേ സർ? സുഖാണ്. സുഖമല്ലേ അമ്മേ? സുഖമല്ലേ മോളെ? ആ വരൂ വരൂ. ഇതാ മോളെ. എന്താ ഇത്? കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയത് കൊണ്ടുവന്നതാ. അവിടെ വെച്ചാൽ മതി സർ. നമസ്കാരം മുറി സാറേ. നമസ്കാരം. എന്താ സുഖമായിട്ടിരിക്കുന്നോ? ഓ, വീട്ടിലേക്ക് മരുമോളും കൊച്ചുമോളും വന്ന ശേഷം എനിക്ക് 10 വയസ്സ് കുറഞ്ഞ പോലെയാ. അമ്മ എന്തിനാ വെറുതെ നിങ്ങൾ ബുദ്ധിമുട്ടാ നിന്നത്? എന്ത് ബുദ്ധിമുട്ട്? എല്ലാവർക്കും കഴിക്കാലോ എന്ന് കരുതി കൊണ്ടുവന്നതാ. എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്ക. വരൂ. അമ്മേ, നിങ്ങളോട് രണ്ടുപേരോടും ഞങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. എന്താ മോനെ? സീത ഇനി മുതൽ ഈ വീട്ടിലെ മരുമകള് മാത്രമല്ല, ഞങ്ങളുടെ കമ്പനിയിലെ ബോർഡ് ഓഫ് മെമ്പർ കൂടിയാ. എന്ന് വെച്ചാ അതൊരു വലിയ ജോലിയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ബേബി. സിഹിമോള് വരുന്നവരെ വെയിറ്റ് ചെയ്യായിരുന്നു. എന്നാലും വന്നല്ലോ. സെലിബ്രേഷൻ ബിഗിൻസ്. ആയിക്കോട്ടെ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എപ്പോഴും നല്ലതേ വരൂ. താങ്ക് യു അമ്മ. ഈ പാപ്പച്ചൻ തന്നെ ഓർക്കാറില്ലേ? ഒരു കോള് പോലും ഇല്ലല്ലോ. എന്താ സംഭവിക്കുന്നേ? എന്നോടൊരു വാക്കുപോലും പറയാതെ പോയിട്ടുണ്ടെങ്കിൽ എന്നെ അവൾക്ക് വേണ്ടെന്നല്ലേ അർത്ഥം? എന്താ മോനെ, എന്തു പറ്റി? അവിടെ നിൽക്കുന്ന എന്താ? ഒന്നുമില്ല അമ്മേ. എന്തോ ആലോചിക്കുന്ന പോലെ തോന്നി. എന്നോട് പറഞ്ഞോ മോനെ? ഒന്നുമില്ല അമ്മേ. എന്റെ അനിയത്തിക്ക് എന്നൊന്ന് വിളിക്കാൻ പോലും തോന്നിയില്ലല്ലോ. അത്രയും വലിയ എന്ത് തെറ്റാ ഞാൻ ചെയ്തതെന്ന് ആലോചിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ തോന്നുന്നത് സാധാരണയാ മോനെ. അഞ്ജുവിന് പോയപ്പോ നിന്നെ ഒന്ന് കോൾ ചെയ്യായിരുന്നു. എനിക്ക് തോന്നുന്നത് നീ ബിസി ആയിരിക്കുമെന്ന് കരുതി നിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചതായിരിക്കും. പോകുമ്പോ പ്രിയയോട് പറഞ്ഞിട്ട് അവള് പോയത്. പ്രിയയായിട്ട് ദിവസവും സംസാരിക്കാറുണ്ട് അവള് ഫോണില്. അഞ്ജു ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, വലിയ കുട്ടിയായില്ലേ. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവള് വന്നോളൂ. മോൻ വെറുതെ ടെൻഷൻ ആവണ്ട. മോൻ കുറച്ച് പ്രിയയുടെ കാര്യത്തിൽ ശ്രദ്ധ കാണിച്ച. പ്രിയയുടെ കാര്യത്തിലോ? പ്രിയക്ക് എന്താ? അയ്യോ, പ്രിയക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. അവള് ഞാൻ പറയുന്ന കാര്യത്തേക്കാൾ നിന്റെ വാക്കിനാ വിശ്വാസവും വിലയും കൊടുക്കുന്നത്. നീയാണെങ്കി എപ്പോഴും അനിയത്തി അനിയത്തി എന്നും പറഞ്ഞ് നടക്കുക. അവളും നിന്റെ കൂടെ നടന്ന അഞ്ചു അഞ്ചു എന്നുള്ള ചിന്തയേ ഉള്ളൂ. സ്വന്തം കാര്യത്തിൽ ശ്രദ്ധയൊന്നും കാണിക്കുന്നില്ലല്ലോ. ആ വിഷമോ എനിക്ക്. ഞാൻ പറയുന്നത് മോൻ തെറ്റായിട്ട് എടുക്കല്ലേ? ഹേയ്, അതൊന്നുമില്ല അമ്മേ. ഞാൻ എൻ്റെ അനിയത്തിയുടെ കാര്യങ്ങള് പ്രിയെ ഏൽപ്പിക്കുന്നുണ്ടോ? ഐ ആം സോ സോറി അമ്മേ. അയ്യോ മോനെ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയാ. അഞ്ച് ചെറിയ കുട്ടിയൊന്നുമല്ല. അവൾക്ക് ചേട്ടനോട് സ്നേഹമുണ്ടെങ്കിൽ അവൾ എന്നെ വിളിച്ചോളും, വന്നോളും. വെയിറ്റ് ചെയ്തോളാം. ഭാഗ്യം. ഞാൻ പറഞ്ഞത് കേട്ട് വിഷമായിട്ട് അഞ്ജു വീട് വിട്ട് പോയെന്ന് ഇവന് മനസ്സിലായിട്ടില്ല. ദൈവത്തിന്റെ കൃപ. പക്ഷേ സിമോളെ, ഡോണ്ട് വറി, ഇറ്റ്സ് എ ഷുഗർലെസ് കേക്ക്. ആർക്ക് വേണമെങ്കിലും കഴിക്കാം. കട്ടി കട്ടി, വേഗം വേഗം. സീതാ കട്ടി. നീ വാ. Congratulations, Sidamma. Thank you, baby. Congrats, Board of Directors. Thank you so much.
മുത്തശ്ശി. താങ്ക് യു. ഞാൻ ഡയബറ്റിക് കേക്ക് കഴിക്കാറില്ല. അനിമോനെ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവള് സ്നേഹത്തോട് തരുന്നല്ലേ, കഴിച്ചേ. എന്താ മോനെ, കേക്ക് ഇഷ്ടമല്ലേ? ഞാൻ വീട്ടിൽ നിന്ന് ബേസിൽ ലഡു, റവ ഉണ്ട എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. സീത പോയി കൊണ്ടുപോവാ മോളെ, അവനെടുത്തു കൊടുക്ക. എനിക്കൊന്നും വേണ്ട. അനുമോനെ, നിനക്ക് വേണ്ടെങ്കിൽ നീ കഴിക്കണ്ട. നിനക്ക് ഹോംവർക്ക് ചെയ്യാനല്ലേ, ഞാൻ സഹായിക്കാം തന്നെ. നടക്ക്. ഞാൻ ഈ വീക്കെൻഡ് ബാംഗ്ലൂരിൽ പോയി വരാം സർ. എന്തെങ്കിലും എമർജൻസി ഉണ്ടോ മോളെ? അത് വീട്ടിൽ നിന്ന് എപ്പോഴാ വരുന്നതെന്ന് ചോദിച്ചിരുന്നു. ഞാൻ പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വന്നോളാം. പിന്നെ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ ഒഫീഷ്യലായിട്ട് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിട്ട് വരണം. ഇപ്പം ഞാൻ അവരെ കോൾ ചെയ്ത് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യമൊക്കെ നേരത്തെ പറയായിരുന്നല്ലോ. ഇൻപേഷ്യന്റ് ഒരാളുടെ ഡ്യൂട്ടി നിന്നെ ഏൽപ്പിച്ചതല്ലേ? അധികം ഡോക്ടേഴ്സും ഇല്ല ഇവിടെ. മോക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് പോയാൽ പോരെ? പേഷ്യന്റ് ഉണ്ടെന്ന് പറയുമ്പോ ഇനി ഞാനങ്ങ് പോയാൽ ശരിയാവില്ല. ഞാനിവിടെ നിന്നോളാം സർ. ആയിക്കോട്ടെ. മാഡം, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട്. എന്താ എന്തു പറ്റി? എന്താ ഡള്ളായിട്ടിരിക്കുന്നെ? ഗുരുവിനിവിടെ വയ്യെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ചേച്ചി കോൾ ചെയ്ത് ഗുരുവിന് ഇതുവരെയായിട്ടും ഭേദമായില്ലെന്ന് ചോദിക്കുമ്പോ എന്തുത്തരാ കൊടുക്കണേന്ന് പോലും എനിക്കറിയില്ല. എന്റെ ചേച്ചി ശരിക്കും ഒരു പാവാ എന്ന് കരുതി അങ്ങോട്ട് പോയി അവരുടെ ലൈഫിനിടയിൽ കയറി നിൽക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല. നിന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യ്, ഇവിടെ തന്നെ ഏതെങ്കിലും ചെറുക്കനെ നോക്കി അങ്ങ് സെറ്റിൽ ആയിക്കും. തമാശ പറയാൻ നിക്കല്ലേ. ഞാൻ തമാശ പറഞ്ഞതല്ല അഞ്ജു, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നിന്റെ ലൈഫിലേക്ക് ഒരാൾ വന്നാ നിന്റെ ചേട്ടനും ചേച്ചിക്ക് സമാധാനാവും. അപ്പൊ നിന്റെ ഇഷ്ടത്തിന് നിനക്ക് നിൽക്കാനും പറ്റും. എനിക്കാരും വേണ്ട, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് തന്നെ നിന്നോളാം. എനിക്ക് സ്നേഹത്തിലും പ്രേമത്തിലും ഒന്നും വിശ്വാസമേ ഇല്ല. ലൈഫിലും ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് തീരുമാനിച്ചവളാ ഞാൻ. ഈ പ്രായത്തിൽ തന്നെ എന്താ ഇത്ര വെറുപ്പ് തോന്നാൻ? ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നത്? നമ്മുടെ രാമു അശോകനും എല്ലാവരും ചേർന്ന് ചർച്ച ചെയ്തെടുത്ത തീരുമാനം ഇത്. സീത മിടുക്കിയ മികച്ചൊരു എംപ്ലോയി. മാത്രമല്ല ഞങ്ങളുടെ മരുമോളും. അതുകൊണ്ട് അവൾ ആ സ്ഥാനത്തിന് അർഹതയുള്ള വ്യക്തിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി. നന്നായി, ഒരുപാട് സന്തോഷായി. അവക്ക് നല്ലൊരു ഉദ്യോഗമല്ലേ കിട്ടിയത്. അവള് നിങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം നിലനിർത്തും. അമ്മേ, നമ്മുടെ ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടർ. ഓ, താങ്ക് യു. കൺഗ്രാജുലേഷൻ സീത.
അമ്മേ എടുക്ക് കോഫി കുടിക്കേ. ഇത് വിത്ത് ഷുഗർ. നിങ്ങൾക്ക് കോഫി തരുന്ന പഴയ അപ്പാർട്ട്മെന്റിലെ പ്ലെയർ സീതയല്ല, നമ്മുടെ ദേശായ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടർ മിസ്സിസ് സീത ശ്രീറാം ദേശായ്. അവർക്ക് നല്ല ചൂട് തോന്നുന്നുണ്ടാവും. ഒരു ടംബ്ലർ കിട്ടുമോ മോളെ? ഞാൻ കൊണ്ടുവന്നോളാം. ആന്റി, ഇവിടെ സ്റ്റീൽ ടംബ്ലർ ഉണ്ടോ? സ്റ്റീൽ ടംബ്ലറോ? ഇവിടെ എല്ലാരും മാർബിൾ ഗ്ലാസ്സിലാ ചായ കുടിക്കാറ് മോളെ. വെള്ളിക്കപ്പുണ്ട്, തരട്ടെ? സിഹി, എന്റെ അമ്മ എനിക്ക് തന്ന സ്റ്റീൽ പാത്രവും ഗ്ലാസും മോളി വെച്ചിട്ടുണ്ട്. ഞാനത് എടുത്തോണ്ട് വരാം. നീ പോയി മുത്തശ്ശനോട് മുത്തശ്ശിയോട് സംസാരിച്ചോ. ഓക്കെ? ഗീതേ, മുകളിലിരിക്കുന്ന ഗ്ലാസ് ആ സ്റ്റൂളിട്ടൊന്ന് എടുത്തേ. സാധന, ചേച്ചി, നീ എന്താ ചെയ്യുന്നേ? അവിടെ പാവം മുത്തച്ഛൻ ആ ചൂട് ഗ്ലാസ് ഒന്നും പിടിക്കാൻ പോലും പറ്റാതിരിക്കുക. ഇപ്പൊ പെട്ടെന്ന് അവർക്ക് ഇവര് യൂസ് ചെയ്യുന്ന ഗ്ലാസ് കൊണ്ടുപോയി കൊടുക്കുക. ഇവര് യൂസ് ചെയ്യുന്നതോ? അത് ശരിയാവില്ല ചേച്ചി. ആണോ? സീതയ്ക്കും സിഹിക്കും ഈ ഭേദഭാവങ്ങളൊന്നുമില്ലല്ലോ. ഗീത, നീ യൂസ് ചെയ്യുന്ന ഗ്ലാസ് കൊണ്ടുപോയി കൊടുക്ക. പെട്ടെന്ന് വേണം. നമ്മുടെ വീട്ടില് സ്റ്റീൽ പാത്രങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. മുകളിൽ എവിടെ വെച്ചിട്ടുണ്ട്, അതാ ഇത്ര ലേറ്റ് ആവുന്നത്. സോറി. നിങ്ങൾക്കിത് ബുദ്ധിമുട്ടായോ മോളെ? അയ്യോ, ബുദ്ധിമുട്ടൊന്നുമില്ല, സാരമില്ല. ഇതാ. എന്താ നിങ്ങള്? സാരില്ല സാരില്ല, പ്രശ്നമൊന്നുമില്ല. ദേവി, ഇത് ക്ഷമിക്കണേ. ഇതിലിപ്പോ ക്ഷമ ചോദിക്കാൻ എന്താ ഉള്ളേ? പ്രായമായ അങ്ങനെയൊക്കെയാ, ഒരു പ്രശ്നമില്ല. ഡോണ്ട് വറി. രുദ്രപ്രതാപ് അല്ല, എന്റെ രാമാണെന്ന് ഞാൻ വിശ്വസിച്ചു. സുഖാണോ? അവിടെ നിൽക്ക്. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. എന്താ അവസ്ഥ? അങ്ങനെ പോകുന്നു. ജീവനുണ്ട്, എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിട്. ഞാൻ നിന്റെ പുറകെ വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ എന്റെ പുറകെ വരുന്നേ? എന്നെ ഒന്ന് വിട്ടേക്ക്. രാമേട്ടാ, ഇദ്ദേഹം ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് കേറാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് മോളെ. നിങ്ങളാണെങ്കിൽ വേദനയുടെ എണ്ണ പുരട്ടാൻ മറന്നു പോയിട്ടുണ്ടാവും. അതൊക്കെ പിന്നെ പുരട്ടിക്കോളാം. നിന്റെ വീടൊക്കെ എനിക്കൂടെ ഒന്ന് കാണണ്ടേ? അല്ല, നിന്റെ റൂം എവിടെയാ? നീ എവിടെ ഇരുന്ന ഹോംവർക്ക് ചെയ്യുന്നേ? എവിടെയാ കിടന്നുറങ്ങുന്നേ? നിന്റെ അമ്മ എവിടെയാ നിന്റെ യൂണിഫോം ഒക്കെ വെക്കുന്നത്? എല്ലാം എനിക്കൂടി ഒന്ന് കാണണ്ടേ? മുത്തശ്ശി, നടക്ക് നടക്ക് നടക്ക്, നോക്കാം. കണ്ടില്ലേ, ഞാൻ പറഞ്ഞതല്ലേ. അമ്മേ, ഒരു 4 ദിവസം ഇവിടെ നിന്നിട്ട് പോയിക്കൂടെ? അപ്പൊ സിഹിലൂടെ സമയം സ്പെൻഡ് ചെയ്യാലോ. നിൽക്കോ മുത്തശ്ശി, നിൽക്കോ പ്ലീസ്. കഴിയില്ല മോളെ, വീടൊക്കെ അതുപോലെ വിട്ടിട്ട് പോന്നതാ. നിങ്ങൾ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമാ. അമ്മേ, ഇന്നൊരു ദിവസം നിൽക്കുക, നാളെ പോയാ പോരെ? അല്ല മോളെ സീത, വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണമൊക്കെ അതുപോലെ തന്നെ ഇരിക്കുക. അതുകൂടാതെ മരുന്നും കൊണ്ടുവന്നിട്ടില്ല. അത്രയല്ലേ ഉള്ളൂ, അതിനിപ്പോ എന്താ, ഞാൻ അറേഞ്ച് ചെയ്യാം. അയ്യോ, അത് വേണ്ട. ഞങ്ങള് വീണ്ടും വരുമല്ലോ, എങ്ങോട്ട് പോകാനാ? പോയാ ഇനി മേലോട്ട് ഒറ്റ പോക്ക്. അതുവരെ ഇങ്ങോട്ട് വരാമല്ലോ.
മുത്തശ്ശ, ഇതാ മോളില്. ഇതിനും മോളിൽ പോയാ ടെറസിലെത്തും. ട്രസ്റ്റ് മീ വിശ്വ, ഇത് ഉറപ്പായിട്ടും വർക്കൗട്ടാവും. എന്നെ ഒന്ന് വിശ്വസിക്ക. പക്ഷേ കിഡ്നാപ്പ് അതൊക്കെ വലിയ കാര്യ ഭാർഗു. നോട്ട് എ ജോക്ക്. കമോൺ വിശ്വ, ഒരു വെടിക്ക് 2 പക്ഷി. നീ എന്നെ ഒന്ന് വിശ്വസിക്ക. ബാക്കിയൊക്കെ ഈ ഭാർഗവിയേറ്റു. പക്ഷെ കിഡ്നാപ്പ് ചെയ്യാൻ മനസ്സ് വരുന്നില്ല ഭാർഗു. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു കാര്യം അറിയാത്ത സിഹിയെ കിഡ്നാപ്പ് ചെയ്യാനോ? തെറ്റല്ലേ അത്? ഈ കാര്യത്തില് തെറ്റും ശരിയും നോക്കാൻ നിന്ന നിന്റെ മകൻ വട്ടപൂജയായിരിക്കും. ലൈഫിൽ റിസ്ക് എടുക്കാൻ ധൈര്യമില്ലെങ്കിൽ ആർക്കും സക്സസ് ആവാൻ പറ്റില്ല. പക്ഷെ ഭാർഗു, ഇതെല്ലാം പറയാൻ വളരെ ഈസിയാ. ബട്ട് ആയിക്കോട്ടെ, നിന്റെ മകന് നീ ഭിക്ഷ എടുക്കുന്നത് എങ്ങനെയാന്ന് പഠിപ്പിച്ചു കൊടുക്ക. ഇല്ല ഭാർഗു, എനിക്ക് എന്റെ സ്ഥാനവും മാനവും വിലയും വളരെ ഇമ്പോർട്ടന്റാ. ചെയ്തോളാം. നീ പറയുന്നത് എന്തും എനിക്ക് വേണ്ടി അതെല്ലാം ഞാൻ ചെയ്തോളാം. ഗുഡ്. ഇപ്പൊ തൽക്കാലം നീ ചെയ്യേണ്ടത് ഇത്ര മാത്രം. സിഹിയെ സ്കൂളിൽ നിന്ന് മിസ്സാവണം. അഥവാ നീ അവളെ കിഡ്നാപ്പ് ചെയ്യണം. സിഹിയുടെ സ്കൂളൊട്ടും സേഫ് അല്ലാന്ന് രാമന്റെ തലയിലും അച്ഛന്റെ തലയിലും കേറ്റുന്നതിനുള്ള റിസ്ക് എനിക്ക് വിട്ടേക്കാം. അവസാനം സിഹി രാമന്റെ അടുത്ത് നിന്നും അകന്നു നിൽക്കണം. അവൾ അവന്റെ അടുത്തുണ്ടെങ്കിൽ അത് നമുക്ക് എന്നും ദോഷമായിരിക്കും. സിഹി ഇവിടെ ഇല്ലാതായ രാമൻ ഓട്ടോമാറ്റിക്കലി അവളോടുള്ള സ്നേഹം ഇല്ലാതായിക്കോളും. ഇതേ സമയത്ത് സീതയെ നമുക്കൊന്ന് വീക്കാക്കണം. അതോടൊപ്പം സിഹിയുടെ അച്ഛൻ ആരാണെന്ന് എത്രയും വേഗം കണ്ടെത്തണം. കുട്ടി ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണെങ്കിൽ ഒരച്ഛനെ ഈ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ കാണുമല്ലോ. ഇനി അഥവാ അവൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എവിടെയെങ്കിലും കാണുമല്ലോ. സിഹിയുടെ ഉത്ഭവം എവിടെയാണെന്ന് ആദ്യം കണ്ടെത്തണം. ആ ഉറവിടം അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ രാമൻ പിന്നെ അതിന്റെ പിന്നാലെ പൊക്കോളും. അതോടെ ബാക്കിയുള്ളതൊക്കെ ഈ നമ്മുടെ കയ്യിൽ വരും. എന്നാലും കിഡ്നാപ്പ് ഭാർഗു, ഐ എം നോട്ട് കോൺഫിഡന്റ്. ഇതിൻ്റെയൊക്കെ നെസസിറ്റി ഉണ്ടോ? വേറെന്തെങ്കിലും ഗെയിം പ്ലാൻ ചെയ്തൂടെ? ഇത് നീ കളിക്കുന്ന ക്രിക്കറ്റ് അല്ല വിശ്വ. ഈ ഭാർഗവി കളിപ്പിക്കുന്ന മൈൻഡ് ഗെയിം. ഈ ഗെയിമില് ഓരോ ചുവടും നമ്മൾ പ്ലാൻ ചെയ്തു വച്ചാ ആ പ്ലാനൊക്കെ നമുക്ക് ഹെൽപ്പായിട്ട് മാറും. ഈ കിഡ്നാപ്പ് നീ ഒന്ന് ചെയ്തു തന്ന യു വിൽ ബിക്കം എ ഹീറോ വിശ്വ. ഹീറോ ആവാൻ വലിയ ആഗ്രഹമല്ലേ നിനക്ക്? അതിനുള്ള അവസരം നീട്ടിത്തരാ. നീ യൂസ് ചെയ്തോ. കൃത്യമായി പറഞ്ഞു തന്നു ഭാർഗു. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. ബൗൺസർ ആയിരുന്നു. പക്ഷെ ഈ കാര്യത്തില് ഈ ഒരൊറ്റ തവണ നീ പറയുന്നതെല്ലാം ഞാൻ ചെയ്യാൻ ഭാർഗു. ചെയ്തോളാം. എന്നാ ഞങ്ങൾ ഇറങ്ങാൻ നോക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം. ഇത് നിങ്ങളുടെ മകളുടെ വീടാ. ഒരു മടിയും കാണിക്കരുത്. മടിയുണ്ടായിരുന്നെങ്കിൽ ഇന്നിങ്ങോട്ട് വരുമായിരുന്നു. ഭാർഗവി മോളെ, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ശരി അമ്മേ. സീത കൊണ്ടുവാ. അമ്മേ എവിടെ ഇരുന്നോളൂ. സീത, എന്തിനാ മോളെ ഇതെല്ലാം? അമ്മേ, ആദ്യമായിട്ട് നിങ്ങൾ വീട്ടിലേക്ക് വരുന്നതാ. വേണ്ടെന്ന് പറയരുത്. പിടിക്ക്. നീ പറയുന്നത് കൊണ്ട് വാങ്ങുന്നതാ മോളെ.
വന്നപ്പോ ആരോടും പറയാതെ വന്നു. ഇപ്പഴാണ് കാർ ഞാൻ വിട്ടുതരാം. റിലാക്സ് ആയിട്ട് പോവാലോ രണ്ടുപേർക്കും. അയ്യോ വേണ്ട മോനെ, ഞങ്ങൾ ഓട്ടോ വിളിച്ചു പോയിക്കോളാം. മോൻ ബുദ്ധിമുട്ടണ്ട. അതെങ്ങനെ ശരിയാവുന്നേ? ഒന്നും പറയണ്ട, നിങ്ങളിപ്പോ കാറിൽ പോയാൽ മതി. ശരി സീത, ഞങ്ങൾ പോയിട്ട് വരാം. വരട്ടെ മോളെ. ഐ മിസ് യു മുത്തശ്ശി, ഐ മിസ് യു മുത്തശ്ശ. കണ്ടോ, നിങ്ങൾ പോവാന്ന് പറഞ്ഞപ്പോ അവളുടെ മുഖം വാടിയത് കണ്ടോ? എന്തിനാ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞല്ലോ. നീ ഇടയ്ക്ക് അങ്ങോട്ട് വാ. ഞങ്ങൾക്കും നീ അവിടെ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ മോളെ. മോളെ, ഇങ്ങനെ മുഖം വീർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ പറഞ്ഞേക്കരുത്. നീ ഞങ്ങളെ ചിരിച്ചുകൊണ്ട് വേണം പറഞ്ഞേക്കാൻ കേട്ടോ, എന്റെ ചക്കര മോള്. ശരിട്ടോ. നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കണേ. ഓ, എന്ത് ക്യൂട്ടായോള്. റാം, എന്തായി ചെയ്യുന്നേ? അവൾ എഴുന്നേക്കും, പതിയെ പറ. അവൾ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞപ്പോ നോക്കിയിരിക്കുവാണോ? നിന്നെയാണല്ലോ ഓരോ കാര്യം ഏൽപ്പിച്ചേ. സിഹി, സീത, എന്തൊരു ക്യൂട്ടായിട്ട് അവൾ തുടങ്ങുന്നേ. എങ്ങനെ ഇപ്പൊ ഈ മലഹ എഴുന്നേപ്പിക്കുക? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പോ റാം, അവൾക്ക് സ്കൂളിലേക്ക് പോകണ്ടേ? എന്നാ നീ അവളെ കെട്ടിപ്പിടിച്ച് കിടക്കവിടെ. റെഡി, ഗുഡ് ഐഡിയ. പറഞ്ഞപ്പോഴത്തേക്ക് പോകുന്നത് കണ്ടോ? സിഹി, എഴുന്നേക്ക്, 8 മണിയായി. സ്കൂളിലേക്ക് പോകണ്ടേ? റെഡി ആവണ്ടേ നിനക്ക്? സീത, നീ ശരിക്കും ഒരു മനുഷ്യൻ തന്നെയാണോ? എന്താ ഹോസ്റ്റലിലെ വാർഡിനെ പോലെ പെരുമാറുന്നേ? സമയം 6:30 ആയുള്ളൂ. 8 നേരം പോലും വെളുത്തില്ല. മോൾ ഉറങ്ങിക്കോട്ടോ. അപ്പൊ അവൾക്ക് സ്കൂളിലേക്ക് പോകണ്ടേ റാം? സിഹി, എഴുന്നേൽക്ക്. ബെഡ്ഷീറ്റ് മറ്റു കാര്യമില്ല, ഞാൻ റൂം ടെമ്പറേച്ചർ കൂട്ടാം. വെറുതെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ മാത്രം പോരാ, എഴുന്നേൽപ്പിച്ച് സ്കൂളിൽ വിടാൻ ഹെൽപ്പ് ചെയ്യണം.